ഹലോ, ഇന്ന് നമുക്ക് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ചെറിയൊരു റൂട്ടീൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡെയിലി ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. എന്നാലും നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്പൺ ഷെൽഫൊന്നും ഞാൻ അങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പം ഒരു മാസത്തോളമായി ഞാൻ ക്ലീൻ ചെയ്തിട്ട്. ഭയങ്കര പല്ലിശല്യമാണ്. അപ്പം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഏറെ പണി ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ തീരെ അങ്ങ് പല്ലിക്കാട്ടമൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയത് കാരണം എനിക്ക് തീരെ സഹിക്കാൻ വയ്യായതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഇത് തുടങ്ങുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ വെച്ചാൽ അറപ്പ് തോന്നും. എനിക്കും ഉണ്ടായിരുന്നു നല്ലൊരു അറപ്പ്. പിന്നെ നമ്മുടെ കപ്സ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടെ ഞാൻ നല്ല രീതിയിൽ ടെസ്റ്റും ഒക്കെ ഭയങ്കരമായിട്ട് അക്യുമുലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കപ്പൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കഴുകുന്നില്ല, ഞാൻ തുടച്ച് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ടർക്കി വെച്ചിട്ട് ഞാൻ ടവൽ വെച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചിട്ട് അവിടെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണേ. ഞാൻ കഴുകിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇപ്പം തുടച്ചങ്ങ് വെച്ചാൽ മതി, പൊടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ തൽക്കാലം അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞിന് ഞങ്ങൾ ചെറിയൊരു പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. സ്കൂൾ അടച്ച സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വെറുതെ ഇരുന്ന് അങ്ങനെ ടി വി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ തന്നെ അങ്ങ് മുരടിച്ച് പോകുമായിരുന്നു കേട്ടോ. അവൾക്ക് തന്നെ അങ്ങ് ടി വി കണ്ട് അങ്ങ് മടുത്തു. പിന്നെ അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ, പുറത്തെങ്ങും പോകാനോ വേറെ ആക്ടിവിറ്റീസോ ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു DIY ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു അവളെ കൊണ്ട് പെയിൻ്റൊക്കെ അടിപ്പിക്കാം. അവൾക്ക് പെയിൻ്റൊക്കെ അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ കൊണ്ട് ഞാൻ പെയിൻ്റൊക്കെ അടിപ്പിച്ചിട്ട് ഒരു കാർഡ് ബോർഡിൽ ഇങ്ങനെ ഫ്രെയിം പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ട് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറാണ്. കിച്ചൺ മേക്ക് ഓവറൊക്കെ ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്യാമെന്ന് എഴുതി വെച്ചിരുന്നായിരുന്നു. അത് ഇതേപോലെ കാർഡ് ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഞാൻ ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രെയിമിന് വേണ്ടിയിട്ടും നമ്മൾ കാർഡ് ബോർഡ് വെച്ച് തന്നെ കട്ട് ചെയ്ത് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീഷോയിലൊക്കെ എനിക്ക് നല്ല അഫോർഡബിളായിട്ട് ഈ ഫ്രെയിംസൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ മേടിച്ചിട്ട് ഇതേപോലെ പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ളൊരു മേക്ക് ഓവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരിക്കും. ഇത് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഭിത്തിയിലേക്ക് ഒട്ടിച്ച് കൊടുത്തത്. പക്ഷേ അത് പെട്ടെന്ന് ഇളകിപ്പോകും കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പിനൊന്നും പഴയതുപോലത്തെ ഇപ്പം അത്ര സ്ട്രോങ് അല്ല, പെട്ടെന്ന് തന്നെ ഇളകിപ്പോകുന്നുണ്ട്. ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് ഇളകി പോകുന്നത് പോരാഞ്ഞ് പെയിൻറ്റും കൂടെ ഇളകിക്കൊണ്ടാണ് കേട്ടോ അത് പോകുന്നത്. അപ്പം അതിനെന്തെങ്കിലും ഒരു നല്ലൊരു പ്രതിവിധി വേണം നമുക്ക്. ഡബിൾ സൈഡ് ടേപ്പ് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള പശ കൂടുതലുള്ള ഒരു ടേപ്പ് വല്ലതും മേടിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ അവൾ തന്നെ ലാസ്റ്റിലത്ത് ഒട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ട് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഭിത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട്. പെട്ടെന്ന് നമുക്കൊരു കിച്ചണിൽ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.